ഒരാൾ മരിക്കാൻ വേണ്ടി സിഹർ ചെയ്താൽ അത് ഏൽക്കുമോ? മരിച്ചതിന് ശേഷമാണ് അറിഞ്ഞത് ആ വീട്ടിൽ നിന്ന് കുറച്ച് സിഹർ ചെയ്ത വസ്തുക്കൾ കണ്ടെത്തി. ഇത് വലിയൊരു അപകടമാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ ഇത് നിങ്ങൾക്ക് മരണത്തിന് വേണ്ടി ആരോ പണി ചെയ്തു വെച്ചതാണ്. ഇത്തരം സിഹറുകൾ പേടിക്കേണ്ടതാണ്, അത് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഇത്തരം അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ സൂക്ഷിക്കണം. എന്തെല്ലാമാണ് അവസ്ഥകൾ, എന്തെല്ലാമാണ് ആ സിഹറിൻ്റെ അടയാളങ്ങൾ, ഏതാണ് ഈ ഒരു സിഹർ, ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ചെയ്യുക, ഇതിനെങ്ങനെ ബാത്തിലാക്കാം, ഈ ഒരു സിഹർ ജീവിതത്തിൽ ഒരിക്കലും ഏൽക്കാതിരിക്കാൻ, ആ സിഹർ ബാത്തിലാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വിശദമായി നമുക്ക് പഠിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഹറുൽ മൗത്ത്, മരിക്കാൻ വേണ്ടിയുള്ള സിഹർ, ഒരാളെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള സിഹർ. എന്താണ് ആ സിഹർ? അതെല്ലാം സത്യമാണോ? ഇതെല്ലാം മിത്തുകളാണോ? വെറുതെ ഇല്ലാ വചനങ്ങളാണോ? ഒരിക്കലുമല്ല. അതൊരു ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, മരിക്കാൻ വേണ്ടി ഒരാൾക്ക് സിഹർ ചെയ്യുക എന്നുള്ളത്. പിന്നെ അവൻ്റെ ജീവിതം മരണത്തിൽ കലാശിക്കും. രോഗങ്ങൾ വന്നുകൊണ്ട്, പ്രയാസങ്ങൾ വന്നുകൊണ്ട് അവൻ അവസാനം മരണത്തിലേക്കാണ് അവൻ അവസാനം നയിക്കുക. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, പെട്ടെന്നായിരുന്നു അവരുടെ മരണം. നല്ലൊരു യുവാവ്, പെട്ടെന്ന് മരണം നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ മരണങ്ങളും സിഹർ എന്നല്ല ഞാൻ പറയുന്നത്. മരിക്കാൻ വേണ്ടി സിഹർ ചെയ്യാം. സാധാരണഗതിയിൽ സിഹർ വരുന്നത് ഒരു കുടുംബം നശിക്കാനും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കാനും, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെയുള്ള സിഹറാണ് സിഹറുൽ മൗത്ത്, സിഹറുൽ അസ്വദ്. ഈ ഒരു സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഈ സിഹർ ചെയ്യാൻ ഒരാൾ ഉപയോഗിക്കുന്നത് അവൻ്റെ നഖം, അല്ലെങ്കിൽ അവൻ്റെ മുടി, അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രം, അവനിൽ നിന്ന് പിരിഞ്ഞത്. അതുകൊണ്ടാണ് സിഹറുൽ മൗത്ത്, മരിക്കാൻ വേണ്ടി, അവൻ മരിക്കാൻ വേണ്ടിയുള്ള സിഹർ ചെയ്യൽ, ഒരാളെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള സിഹർ ചെയ്യൽ. ഇത് കഠോരമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. അങ്ങനൊരു സിഹർ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് അടയാളങ്ങൾ, ഈ ഒരു അടയാളങ്ങൾ നിങ്ങൾ കണ്ടാൽ, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാൽ ഒരു പ്രയാസങ്ങളും ഇല്ല. ഡോക്ടർമാരുടെ അടുത്ത് പോയി സ്കാനിങ്ങുകളൊക്കെ ചെയ്തു, എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഒരു പ്രയാസവും കാണുന്നില്ല. പക്ഷേ ഈ ഒരു അടയാളങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ഒരു അടയാളങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഗൗരവമായിട്ടൊരു ഈ വിഷയത്തെ എടുക്കേണ്ടതുണ്ട്. എന്താണ് ആ അടയാളങ്ങൾ? അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സമീപിക്കുന്നവർ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ്, പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിലാണ്, സിഹർ സംബന്ധമായ പ്രയാസങ്ങളിൽ വലുതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ, ഇതൊക്കെ ഒരു വലിയൊരു മുക്തത ഉണ്ടാവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് അങ്ങനെ വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ വിജയം നൽകണം. അള്ളാഹുവെ സാഹിരീങ്ങളെ സിഹറിനെ ഞങ്ങളെ കാക്കണേ റബ്ബേ, മാക്രീങ്ങളെ മക്കറിനെ കാക്കണം. അല്ലാഹ് ഫത്താനീങ്ങളെ ഫിത്തനയെ കാക്കണം. അല്ലാഹ് ലോലിമീങ്ങളെ ദുലുമിനെ കാക്കണം. അല്ലാഹ് ഐനീങ്ങളെ ഐനിനെ കാക്കണം. അല്ലാഹ് ചതിയന്മാരുടെ ചതി വലകളെ അല്ലാഹു ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണം. അല്ലാഹ് നീ കാവലേകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എന്താണ് അടയാളങ്ങൾ? അത് പറയുന്നതിന് മുമ്പ് ഒരു അനുഭവം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ അടുത്തേക്ക് ഒരു ഫാമിലി കടന്നു വന്നുകൊണ്ട് ഒരു സങ്കടം പറഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഈ പറയുന്നത്. തങ്ങളെ, ഞങ്ങൾക്കുണ്ടായിരുന്നൊരു 18 വയസ്സുള്ള ഒരു പൊന്നുമോൻ, ആ പൊന്നുമോൻ ആത്മഹത്യ ചെയ്തു.
എന്താണ് കാരണമെന്നറിയില്ല. അവനക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അതുമൂലം അവൻ ആത്മഹത്യ ചെയ്തു. വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബം. അവൻ്റെ മരണത്തോടുകൂടി ഞങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. വലിയ പ്രയാസത്തിലായിരുന്നു. പിന്നീടാണ് അവൻ്റെ റൂം ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആത്മഹത്യയായിട്ട്, ഒരു മരണമായിട്ട് ഞങ്ങളിങ്ങനെ കണക്കാക്കിയായിരുന്നു. പിന്നീടാണ് അവൻ്റെ റൂം ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ സാധ്യമായി. അവരിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു തരികയാണ്, എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അതിൽ പല രീതിയിലുള്ള കൂടോത്രങ്ങൾ, അതിൻ്റെ രഹസ്യങ്ങൾ, അതിൻ്റെ ചുരുളുകൾ, എങ്ങനെയാണ് അവൻ്റെ റൂമിലേക്ക് ഇത് എത്തിയത്, അവൻ്റെ റൂമിൽ എങ്ങനെയാണ് ഇത്ര അവസ്ഥകൾ കണ്ടത്. പല രീതിയിൽ ചെയ്തു വെച്ച സിഹർ അവർക്ക് കണ്ടെത്താൻ സാധ്യമായി. പഴത്തിലായിട്ടും അതിൻ്റെ ഉള്ളിൽ തകിട് വെച്ചിട്ടും അങ്ങനെ പല രീതിയിലുള്ള തലയോട്ടിയിൽ, അങ്ങനെ പല രീതിയിലുള്ള സിഹറിൻ്റെ സാമഗ്രികൾ ഓരോ കെട്ടിലാണ്. ഇതെല്ലാം ഓരോ പഴത്തിലും മറ്റു സാധനത്തിലൊക്കെ ആക്കിയിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കുട്ടിക്കറിയില്ല, അത് വാങ്ങിയിട്ടുണ്ടാകും, വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അടുക്കുമെന്നും നിങ്ങൾ ഒന്നിക്കുമെന്നും പറഞ്ഞ് ധരിപ്പിച്ച് അവന് കൊടുത്തതാവാം, അല്ലാഹു അഅലം. പിന്നീട് അവൻ്റെ മരണമാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇതിൽ നിന്നാണോ എന്ന് പറഞ്ഞുകൊണ്ട് സംശയമായിട്ട് അവരെന്നെ സമീപിച്ചിരുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. മരണത്തിന് വേണ്ടിയുള്ള സിഹറുകൾ, സിഹറുൽ മൗത്ത്, സിഹറുൽ അസ്വദ് എന്നൊക്കെ പേര് പറയുന്ന സിഹർ ഒരാൾക്ക് അത് ഏൽക്കും, അത് തീർച്ചയാണ്. അൽ സിഹറു ഹക്കുൻ അൽ ഐനു ഹക്കുൻ. കണ്ണീറും സിഹറും അത് സത്യമാണ്. ഖുർആൻ കൊണ്ടും, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടും ഹദീസുകളെ കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണത്. അതുകൊണ്ട് അത് ഏൽക്കാം. അതിൻ്റെ അടയാളങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ഒരാൾക്ക് ഇങ്ങനെ ഒരു സിഹർ ഏറ്റു കഴിഞ്ഞാൽ അവനക്ക് ഉണ്ടാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നൊക്കെ ചെറിയൊരു പനി, ചെറിയൊരു തലവേദന, പിരടി വേദന. ആദ്യം ഉണ്ടാകുന്നത് ചെറിയ രൂപത്തിലാണ്, പിന്നെ അത് ശക്തമാവാൻ തുടങ്ങും. ആ ഒരു പനിയും ആ തലവേദനയും പിരടി വേദനയും ശക്തമാകാൻ തുടങ്ങും. പിന്നെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ തളരാൻ തുടങ്ങും, കാലിങ്ങനെ തളരാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ തളരാൻ തുടങ്ങും. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു, ഇവനക്കൊരു ബ്ലോക്കും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഡോക്ടർമാർ വിധി. പിന്നെ കാലിങ്ങനെ തളരാൻ തുടങ്ങുകയാണ്. അതിന് ഡോക്ടർമാർ പുതിയൊരു നെയിം വെച്ച്, ഒരു പേര് വെച്ച് ആ രോഗത്തിനെ വിളിച്ചു, അല്ലേ? നമ്മൾ കാണുന്നതാണ്. അവൻ്റെ കൈകാലുകൾ, അവൻ്റെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ തളരാൻ തുടങ്ങുകയാണ്. ഒരു സിഹർ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ, ബ്ലാക്ക് മാജിക്കുകൾ അത് ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ തളരാൻ തുടങ്ങും. ഇത്തരം ആദ്യ ലക്ഷണങ്ങൾ കണ്ട് പിന്നെ ശരീരത്തിലേക്ക് അത് ഏൽക്കും. ശരീരം ഇങ്ങനെ തളരാൻ തുടങ്ങും, കൈകാലുകൾ കൊയ്യാൻ തുടങ്ങും. പിന്നീട് അവന് പല നിഴലുകളും രൂപങ്ങളും ഇങ്ങനെ കാണാൻ തുടങ്ങും. മനുഷ്യൻ്റെ രൂപം, പൂച്ചയുടെ രൂപം, നായയുടെ രൂപം, പാമ്പിൻ്റെ രൂപം അവൻ്റെ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ. ഇങ്ങോട്ടും പിറകോട്ടും നോക്കിയാൽ രൂപങ്ങൾ, മൃഗങ്ങളുടെ രൂപങ്ങൾ, അല്ലെങ്കിൽ പല രൂപങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങും. സിഹറേറ്റ് കഴിഞ്ഞാൽ, മരണത്തിന് വേണ്ടി ചെയ്തു വെച്ച സിഹറേറ്റ് കഴിഞ്ഞാൽ, ഈ സിഹറിലൂടെ അവൻ മരിക്കുക, അവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുക എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഒരാൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൂടതന്ത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങും. പിന്നെ അവസാനമായിട്ട് അവൻക്ക് ശ്വാസതടസ്സം ഉണ്ടാവും, ശ്വാസം എടുക്കാൻ കഴിയില്ല, ശ്വാസത്തിന് വല്ലാതെ തടസ്സം ഇങ്ങനെ അനുഭവപ്പെടുക. പിന്നീട് ആ രോഗി മാത്രം മൃഗങ്ങളെ ചത്ത സ്മെല്ല്, വാസന ഇങ്ങനെ ശ്വസിക്കാൻ തുടങ്ങും. ആ രോഗി മാത്രം പറയുന്നത്, നമ്മൾക്ക് ആർക്കും വിശ്വാസമില്ല, ഇവിടെ ഒന്നും ചത്തിട്ടില്ലല്ലോ, ഒരു പൂച്ച ചത്തതുപോലുള്ള സ്മെല്ല്, അല്ലെങ്കിൽ നായ ചത്തതുപോലുള്ള സ്മെല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളോ ചത്തതുപോലുള്ള സ്മെല്ല്, വേറെ ആർക്കും ആ സ്മെല്ലില്ല, ഈ രോഗിക്ക് മാത്രം. പിന്നീട് അവസാനം അവൻ മരണത്തിലേക്കാണ് ഇതിൻ്റെ അവസാനം എത്തുക. ഇങ്ങനൊരു സിഹർ ഏറ്റു കഴിഞ്ഞാൽ, ആദ്യ ലക്ഷണങ്ങളൊക്കെ കണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സിഹറാണെന്ന് വെച്ചുകൊണ്ട് അതിനെ വെച്ച് ഉറപ്പിക്കരുത്. എല്ലാം സിഹറല്ല. രോഗങ്ങളുണ്ടായാൽ ആദ്യം നിങ്ങൾ കടന്നു ചെല്ലേണ്ടത് ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലാണ്. എല്ലാ ചെക്കപ്പുകളും, ഡോക്ടർ പറയുന്ന എല്ലാ ചെക്കപ്പുകളും നിങ്ങൾ ചെയ്ത് അതിലൊന്നൊരു പ്രയാസമില്ല. ഡോക്ടർ പറയുകയാണ് നിങ്ങളെ തോന്നലാവും,
അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഡോക്ടർമാർ പറയലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാകും ശരീരത്തിൽ, അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. എത്രയോ ആളുകളല്ലേ നമ്മോട് വന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു രോഗവും കാണുന്നില്ല, ഒരു പ്രയാസവും കാണുന്നില്ല. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം, അതായത് ബ്ലാക്ക് മാജിക്, അതായത് സിഹർ, കൂടശാസ്ത്രം, കൂടോത്രം, അതിൻ്റെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഡോക്ടർമാർക്കൊന്നും അത് കണ്ടെത്താൻ കഴിയൂല. അപ്പം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നീടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഇങ്ങനെയുള്ള സിഹർ ഏൽക്കാതിരിക്കാൻ, മരിക്കാൻ വേണ്ടിയുള്ള സിഹർ ഒരാൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്യരുത്. അത് നമ്മൾക്ക് ചെയ്താൽ അത് ഏൽക്കും ചെയ്യരുത്. പിന്നെ നിങ്ങൾ കൈവശ പ്രയാസമായിട്ടുണ്ടെങ്കിൽ, മൂർത്തിയുടെ പ്രയാസങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ, വയറ്റിലുണ്ടെങ്കിൽ അത് റിമൂവ് ആവണം, അത് ഒഴിവാവണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? വെറും 14 ദിവസം, എത്ര ദിവസം? വെറും 14 ദിവസം നിങ്ങൾ ഒരു വെള്ള പ്ലേറ്റ്, നമ്മൾ പ്ലേറ്റ് എഴുതലില്ലേ, ഉറക്ക എഴുതുന്ന പ്ലേറ്റ് ഇല്ലേ, ആ വെള്ള പ്ലേറ്റിൽ അറബി മഷി കൊണ്ട് നിങ്ങൾ എഴുതേണ്ടത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്. അറബി മഷി അറിയില്ലേ? അറബി മഷി കൊണ്ട് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, വത്തബഅമാത്തുൽ ശയാത്തീൻ, ആ ഒരു ആയത്ത് ഒറ്റ അക്ഷരത്തിൽ എഴുതണം. ഒറ്റ അക്ഷരത്തിൽ വത്തബഅമാത്തുൽ ശയാത്തീൻ അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീൻ കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ എന്ന് പറയുന്ന ആയത്ത് പരിപൂർണമായിട്ട് എഴുതി പരിപൂർണമായിട്ട് കുറച്ച് സംസം അതിലേക്ക് പാർന്നുകൊണ്ട് ഒന്ന് ചുരട്ടിയെടുക്കുക, ഒന്നൊന്ന് കുലുക്കിയെടുത്തിട്ട് ആ പാനീയം കുടിക്കുക. അങ്ങനെ 14 ദിവസം. അറബി മഷി ആവണം കേട്ടോ, അറബി മഷി ആവണം. അത് ചോദിച്ചു വാങ്ങണം, ബുക്ക് സ്റ്റാളിലുണ്ടാകും അറബി മഷി, ചോദിച്ചു വാങ്ങി അത് 14 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിഹർ ഏൽക്കൂല, ഒരു മാരണങ്ങൾ നിങ്ങൾ കേൾക്കൂല, ഉള്ളത് ബാത്തിലാകും. ആര് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഇല്ലാതെയാവൂല, ശക്തമായിട്ട് മുന്നേറും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന്, ഇത്തരം കെണിവലകളിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണം. അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ റബ്ബേ, നീ വിജയം നൽകണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 5:45 സയ്യിദിയ മജ്ലിസ്, ഈ ഒരു മജ്ലിസിൽ തന്നെയാണ് വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, കൂട്ടമായി ദുആ ചെയ്തു വരികയുന്ന വലിയ മജ്ലിസ്. എല്ലാവരും പങ്കെടുക്കുക, അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.